ആഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. ഇന്നത്തെ കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ സംബന്ധമായ ഏതൊരു പരിഷ്കരണവും ഒന്നുകിൽ കൗതുകത്തോടെ അല്ലെങ്കിൽ അതിലേറെ വിവാദത്തോടെ വരവേൽക്കുന്നവരാണ്. വിദ്യാഭ്യാസപരമായ നമ്മുടെ താല്പര്യമാവാം അതിന് കാരണം. ആദ്യകാലത്ത് ആദ്യ മന്ത്രിസഭയിലെ മുണ്ടശ്ശേരി മാഷ് അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ല് തൊട്ട് 97-98 കാലഘട്ടത്തിൽ ആവിഷ്കരിച്ച ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടി വരെയുള്ള എല്ലാ പദ്ധതികളും വിവാദമായിട്ടുണ്ട്. ഇപ്പോഴാകട്ടെ മാർക്ക് ദാനം മഹാദാനമായി നമ്മൾ കാണുകയും അതൊരു വലിയ സംഭവമായി കാണുകയും ചെയ്തതിൻ്റെ പിന്നിലെ പൊള്ളത്തരം നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ പൊളിച്ചടുക്കിയിരിക്കുന്നു. നമുക്ക് ഈ വിഷയം ഇന്ന് ചർച്ചയ്ക്കെടുക്കാം. ഇന്നിപ്പോൾ ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് AK പ്രഭാകരൻ സാറാണ്. സാറിന് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അറിയപ്പെടുന്ന വിദ്യാഭ്യാസ വിചക്ഷണൻ, കൂടാതെ സാംസ്കാരിക പ്രവർത്തകൻ, ഗ്രന്ഥകാരൻ, റിട്ടയർഡ് അധ്യാപകൻ എന്ന നിലയിലൊക്കെ അറിയപ്പെടുന്ന പ്രഭാകരൻ സാറിന് സ്വാഗതം. ഈ വിദ്യാഭ്യാസ സംബന്ധമായ ഏതൊരു വിഷയവും കേരളത്തിൽ വിവാദമാവുകയാണ്. പ്രത്യേകിച്ച് പാഠ്യപദ്ധതി പരിഷ്കരണം, പാഠപുസ്തക പരിഷ്കരണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയം, അതിലൊക്കെ എന്തെങ്കിലും ചെറിയ മാറ്റം വരുമ്പോഴേക്കും നമ്മുടെ നാട് ആ വിഷയത്തിൽ പിടിച്ചാളിക്കത്തുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസപരമായ ഒരു മുന്നേറ്റമായിരിക്കും അതിന് കാരണം. തീർച്ചയായിട്ടും ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ കേരളം. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസപരമായി വലിയ ഉയർച്ച നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറയുമ്പോൾ ജനങ്ങളെല്ലാം തന്നെ വിദ്യാഭ്യാസത്തിൽ അതീവ തൽപരരാണ്. തങ്ങളുടെ കുട്ടികളെയെല്ലാം നല്ല വിദ്യാഭ്യാസമുള്ളവരാക്കി തീർക്കണം എന്ന കാര്യത്തിൽ ഏറ്റവും ദുർബല വിഭാഗത്തിലെ ഏറ്റവും ദാരിദ്ര്യവും ഒരു ജീവിത സാഹചര്യത്തിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന എല്ലാ വിഭാഗങ്ങളുൾപ്പെടെ വിദ്യാഭ്യാസം മക്കൾക്ക് നൽകണം എന്ന കാര്യത്തിൽ വലിയ താല്പര്യവും നിർബന്ധവും ഉള്ളവരായി ഈ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു പ്രത്യേക അവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ട്. 100% സാക്ഷരത, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിരക്ക് വളരെ ഉയർന്നത്, ജെൻഡർ സെൻസിറ്റൈസേഷൻ്റെ കാര്യത്തിൽ, സ്ത്രീ തുല്യതയുടെ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ മുന്നിലാണ്. കേരളം പലപ്പോഴും പല കാര്യങ്ങൾക്ക് മാതൃകയാണ് താനും, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് മാതൃകയാണ്. പക്ഷേ നമ്മൾ അടുത്ത കാലത്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം SSLC പരീക്ഷയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ക്യാമ്പിൽ, അതൊരു പ്രത്യേക പ്രക്രിയയാണെന്ന് സാറിനറിയാം, നമുക്കൊക്കെ അറിയാം. അപ്പോൾ ആ ക്യാമ്പിൽ വെച്ച് നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S. ഷാനവാസ് ഒരു കാര്യം പറഞ്ഞത് പെട്ടെന്ന് വിവാദമായി. അത് പഞ്ഞിക്കെട്ടിന് തീ പിടിക്കുന്ന പോലെ തീ പിടിക്കുകയായിരുന്നു വളരെ പെട്ടെന്ന് കേരളത്തിൽ. മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുത്തു. അത് ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെ, പത്രമാധ്യമങ്ങൾ, വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട അധ്യാപകർ മാത്രമല്ല അനധ്യാപകർ പോലും അത് ചർച്ചയ്ക്ക് വിധേയമായി. അദ്ദേഹം പറഞ്ഞത് SSLCക്ക് വിജയശതമാനം കൂടുന്നു എന്നുള്ളത് വലിയ ഒരു പ്രശ്നമല്ല, പക്ഷേ A+കളുടെ എണ്ണം പെരുകുന്നു, ഒപ്പം തന്നെ എല്ലാം A ആകുന്നു. A+ നേടുന്ന കുട്ടികൾ, അതുപോലെ A ഗ്രേഡ് നേടുന്ന കുട്ടികൾ, ഇവരുടെ എണ്ണം വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ചില ആശങ്ക അദ്ദേഹം രേഖപ്പെടുത്തി. അതിലുള്ള വാസ്തവമുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അതിൽ വലിയ വാസ്തവമുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം A+ നേടുന്നത് കുട്ടികൾ എല്ലാവരും അതിന് അർഹതയുള്ള ഗുണനിലവാരത്തിൽ വിദ്യാഭ്യാസം എത്തിച്ചേർന്നിട്ടല്ല നേടുന്നത് എന്ന് സമൂഹത്തിൽ ഏതാണ്ട് പൊതുവെ അറിയാവുന്ന കാര്യം തന്നെയാണ്. കുട്ടികൾക്ക് മാർക്ക് ദാനം നൽകിയാണ് അവരെ കൂടുതൽ ഉയർന്ന നിലവാരമുള്ളവരാക്കി കാണിക്കുന്നത് എന്ന് സമൂഹത്തിനെല്ലാം അറിയാം. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾ വിശേഷിച്ച് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അവസാനത്തിൽ SSLC പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടി അല്ലെങ്കിൽ ഉയർന്ന ഗ്രേഡ് നേടി കുട്ടികൾ വിജയിക്കുന്നു. ആ വിജയശതമാനം ഓരോ വർഷവും ഉയർന്നു വരുന്നു എന്നതിൽ സർക്കാർ അഭിമാനം കൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളും അധ്യാപകരും അതിൽ അഭിമാനമുള്ളവരായി മാറുന്നു. ആ നിലവാരത്തിലെത്തി എന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന അല്ലെങ്കിൽ വിജയം കൈവരിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ അഭിമാനപുളകിതർ ആകാറുണ്ട്. പക്ഷേ ഈ 3 വിഭാഗവും അർഹതയ്ക്കനുസരിച്ച അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്
ഈ ഗ്രേഡ് അല്ലെങ്കിൽ A+ ഒക്കെ നേടുന്നതെന്നും ഈ വിജയശതമാനം ഉയരുന്നത് എന്നും പരിശോധിക്കേണ്ട വിഭാഗങ്ങളാണ് ഈ പ്രധാനപ്പെട്ട 3 വിഭാഗങ്ങളും. സർക്കാരും അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അക്കാര്യത്തിൽ ഉറപ്പുവരുത്താനുള്ള ബാധ്യത സർക്കാരിന് തന്നെയാണല്ലോ. അതോടൊപ്പം തന്നെ സ്കൂളിനും അധ്യാപകർക്കും ബാധ്യതയുണ്ട്. അതിൽ നിന്ന് ഒട്ടും കുറവല്ലാത്ത ബാധ്യത അല്ലെങ്കിൽ ആവശ്യമുള്ളവർ എന്ന് പറയുന്ന രക്ഷിതാക്കളാണ്. തങ്ങളുടെ കുട്ടികൾ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൽ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ തന്നെ പഠിച്ചു പോകുന്നുണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടാണ് വിജയിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അല്ലെങ്കിൽ ആ ബോധ്യത്തിലേക്ക് എത്തിച്ചേരേണ്ടത് രക്ഷിതാക്കളാണ്. സാർ പറയുന്നതിലൊരു വാസ്തവമുണ്ട്. അതെന്തായത് കുട്ടികൾ, ഒപ്പം തന്നെ കുട്ടികളുടെ രക്ഷിതാക്കൾ, പിന്നെ അധ്യാപകർ, പുറത്തൊരു സമൂഹം, പിന്നെ ഈ സമൂഹത്തെയൊക്കെ നിയന്ത്രിക്കുന്ന സർക്കാർ, ഇതെല്ലാം കൂടി കൂടിച്ചേരുന്നതാണല്ലോ ഒരു വിദ്യാഭ്യാസവും. അതിൻ്റെ വിദ്യാഭ്യാസ പ്രക്രിയ ആ രീതിയിലാണ് പോകേണ്ടത്. അപ്പോൾ ഈ പറയുന്ന 3 ഘടകങ്ങൾ, കുട്ടികൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞുള്ള അധ്യാപക സമൂഹവും രക്ഷിതാക്കളുടെ സമൂഹവും സർക്കാരും, ഇവർ 3 പേരും ഇപ്പോൾ ഒരു മിഥ്യാലോകത്താണോ? സത്യത്തിൽ ഈ സാറിപ്പോൾ സൂചിപ്പിച്ച ഗുണനിലവാരമുണ്ടല്ലോ, അത് ഉറപ്പുവരുത്താതെയുള്ള ഈ മാർക്ക് ദാനം, ഇതൊരു മഹാദാനമാണെന്ന് വരുത്തുകയും സാറ് പറയുന്ന അഭിമാന പുളകിതരാകുന്ന രക്ഷിതാക്കൾ, അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്ന സർക്കാർ, ഇങ്ങനെയൊക്കെ വരുന്നത് സത്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തെ തകർക്കുകയല്ലേ? തീർച്ചയായിട്ടും അത് വിദ്യാഭ്യാസ നിലവാരത്തെ ഇല്ലാതാക്കുകയാണ് എന്ന് മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢമായ ഉദ്ദേശം ആർക്കെങ്കിലും ഉണ്ടോ എന്ന് തന്നെ എനിക്കൊരു സംശയമുണ്ട്. അതെന്താണ് സാർ ഉദ്ദേശിക്കുന്നത്? എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വിദ്യാഭ്യാസം നേടേണ്ടവരല്ല എന്ന ഒരു ധാരണ വളരെ പണ്ടുകാലം മുതലേ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു, വിശേഷിച്ച് നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു. അത് പിന്നെ ഒരു ചാതുർവർണ്ണീയ അവസ്ഥയിൽ ശൂദ്രന് അറിവ് നിഷേധിക്കുന്ന ഒരു നിയമം മൂലം തന്നെ നിഷേധിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച ആ രൂപത്തിലല്ലെങ്കിലും അത് വേറൊരു രൂപത്തിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നതായിട്ടാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അറിവ് നമ്മൾ നൽകുന്നതിൽ അത് നിഷേധിക്കാൻ പല മാർഗങ്ങളുണ്ട്. ഒന്ന്, ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറിവ് ശൂദ്രനും അതിൻ്റെ താഴോട്ടുള്ളവർക്കും നിഷേധിക്കുക. മറ്റൊന്ന് പറഞ്ഞാൽ അറിവ് നേടുന്നതിനുള്ള അവസരം നിഷേധിച്ചാലും അറിവില്ലാതെ ആയിക്കോളും. അത് ഇപ്പം ഭൂമിയും വീടും പിന്നെ സ്വന്തമായിട്ടില്ലാത്ത ഒരു വീട്ടിലെ കുട്ടിക്ക് പഠിക്കാനുള്ള സൗകര്യം, നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാഹചര്യം ഇല്ല. അതുകൊണ്ട് തന്നെ അവൻ വിദ്യാഭ്യാസത്തിന് അവനെ അനുവദിച്ചാൽ പോലും അവന് സാധ്യമല്ലാതെ വരുന്നത് കൊണ്ട് അവന് സ്വാഭാവികമായിട്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക്, ഫലത്തിൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറാം. ഇനി അല്പം ഭൂമിയും ഒരു വീടും ഉണ്ടെങ്കിൽ പോലും വീട്ടിൽ പഠിക്കാനുള്ള സൗകര്യമില്ലെങ്കിൽ മറ്റ് ശരിയായ വിദ്യാഭ്യാസം നേടുന്ന ഉയർന്ന തലത്തിലുള്ള കുട്ടികളെപ്പോലെ അവന് വിദ്യാഭ്യാസം നേടാൻ കഴിയില്ല. അത്തരത്തിലും പിന്നെ അതിൻ്റെ ഒരു നിഷേധം ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും സമ്പത്തില്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്, സമ്പത്ത് വിദ്യാഭ്യാസത്തിലെ ഒരു പ്രധാന ഘടകമാണല്ലോ, അതില്ലെങ്കിൽ പോലും ശരിയായ വിദ്യാഭ്യാസം നേടുകയില്ല. അങ്ങനെ വിദ്യാഭ്യാസം നിഷേധിക്കാൻ നിയമം മൂലമോ ഇനി പ്രത്യക്ഷമായിട്ട് അങ്ങനെ നിഷേധിക്കുന്നില്ല എങ്കിൽ പോലും ഈ സാഹചര്യങ്ങളുടെ അഭാവം സൃഷ്ടിച്ചുകൊണ്ട് പരോക്ഷമായി വിദ്യാഭ്യാസം നിഷേധിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. സാർ പറഞ്ഞു വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ ജാതി, അതുപോലെ തന്നെ സാമൂഹിക ക്രമത്തിലെ വ്യത്യാസങ്ങൾ, ഒപ്പം തന്നെ സമ്പത്തിൻ്റെ പ്രശ്നങ്ങൾ, ഈ സാമൂഹ്യ ഘടനയുടെ പ്രശ്നങ്ങൾ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ വിദ്യാഭ്യാസം ഒരു വിഭാഗത്തിന് നിഷേധിക്കപ്പെട്ടിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരുപക്ഷെ ദൈവം പോലും വിദ്യാഭ്യാസം അറിവ് നിഷേധിച്ചിരുന്നതിൻ്റെ തെളിവുകളാണ് പലതുമൊക്കെ നമ്മൾ ഒരുപക്ഷെ പുരാണങ്ങൾ, ഗ്രീക്ക് ഇതിഹാസങ്ങൾ. അഗ്നി മോഷ്ടിച്ചതിന് ശിക്ഷിക്കപ്പെട്ട, നമുക്കറിയാം, അഗ്നി സത്യത്തിൽ സ്വർഗത്തിൽ നിന്നും മോഷ്ടിച്ച് പ്രോമിത്യൂസ് പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. അഗ്നി വലിയൊരു അറിവായിരുന്നല്ലോ സാർ. അതെ, വലിയൊരു അറിവായിരുന്നു. ആ അറിവ് ജനങ്ങൾക്ക് കൊടുത്തതിനാണ് പ്രോമിത്യൂസ് 2 പാറക്കെട്ടുകൾക്കിടയിൽ ചങ്ങലകളാൽ ബന്ധിതനായി ശിക്ഷിക്കപ്പെടുന്നത്. ഇപ്പോൾ ഏദൻ തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിലെ ഫലം ഭക്ഷിക്കരുത്, അതൊരു അറിവായിരുന്നു, അത് വലിയൊരു അറിവായിരുന്നു. അത് ഭക്ഷിച്ചാൽ നിങ്ങൾ ജ്ഞാനമുള്ളവരാകും
എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ആ ജ്ഞാനം നിഷേധിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് സാറ് പറയുന്നത് പോലെ തന്നെ സാറ് പറഞ്ഞതിൻ്റെ ഒരു പൗരാണിക ചരിത്രം എന്ന് പറയുന്നത് അസുരന്മാർക്ക് അമൃത് നിഷേധിച്ചു. അതൊരു അറിവായിരുന്നല്ലോ, അതൊരറിവായിരുന്നു. അപ്പോൾ അങ്ങനെ ദൈവികമായ തലത്തിൽ പോലും, അത് മനുഷ്യനൊക്കെ ഉണ്ടാക്കി വെച്ച ഇതാണല്ലോ, അവിടെ പോലും അങ്ങനെ നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗം ജാതിയുടെ പേരിലൊക്കെ നിഷേധിക്കപ്പെട്ട് ജനാധിപത്യം പൂർണ്ണമായി ലോകത്ത് പല പല ഭരണക്രമങ്ങളും നമ്മൾ പുരോഗമന ആശയക്കാരായി. അങ്ങനെയൊക്കെ വരുമ്പോഴും സാറ് പറഞ്ഞ വലിയൊരു വിപത്ത്, ഒരു വിഭാഗത്തിന് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് മനസ്സിലാകാത്ത തലത്തിൽ ചതിക്കപ്പെട്ട് അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുക എന്നാണ് സാറ് പറഞ്ഞു വരുന്നത്. അതെ അല്ലേ? അതെ. അല്ല, ഇപ്പം ഈ വിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് സാറ് ചെയ്തത് എന്താണ്? അദ്ദേഹം ഈ ചോദ്യപേപ്പർ നിർമ്മാണത്തിനുള്ള ശില്പശാലയിൽ അധ്യാപകരോട് പറഞ്ഞു, നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ എത്തിയിട്ടല്ല അവരെ നമ്മൾ പാസ്സാക്കുന്നത്, അത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. അവർ രജിസ്റ്റർ നമ്പർ എഴുതിയിട്ട് ആ രജിസ്റ്റർ നമ്പർ അക്ഷരത്തിൽ എഴുതാൻ പോലും ശേഷിയില്ലാത്ത കുട്ടികളുണ്ട്, അതിൽ തെറ്റുവരുത്തുന്നു. അപ്പം രജിസ്റ്റർ നമ്പർ അക്ഷരത്തിൽ എഴുതാൻ പറ്റുന്നില്ല. ഇംഗ്ലീഷ് പഠിക്കാത്ത കുട്ടികൾ ഇംഗ്ലീഷ് വിഷയത്തിൽ A+ നേടി ജയിക്കുന്നു. ഇത് ശരിയാണോ? നമ്മൾ പറ്റുന്ന ശമ്പളത്തിന് പ്രതിഫലം നമ്മൾ അതിനനുസരിച്ച് അധ്വാനത്തിലൂടെ അല്ലെങ്കിൽ അതനുസരിച്ച ഒരു നമ്മുടെ പ്രവൃത്തിയിലൂടെ കുട്ടികൾക്ക് അതിൻ്റെ ഫലം കിട്ടത്തക്ക രീതിയിലാകണ്ടേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വിദ്യാഭ്യാസ നിലവാരം വെച്ചുകൊണ്ട് മാർക്ക് ഒരു 50% മാർക്കൊക്കെ കൂടുതൽ കൊടുക്കുന്നതിൽ ഞാൻ എതിരല്ലെന്നും കൂടെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ അധ്യാപകരെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തത്തക്ക രീതിയിലുള്ള നിലപാടിലേക്ക് മാറണമെന്ന് ഉപദേശിക്കുകയാണ് അദ്ദേഹം ചെയ്തതെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉയർത്തിയിട്ട് അവരെ തോൽപ്പിക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞത്, തോൽപ്പിക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിനോടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഇത് സർക്കാർ നയമല്ല, ഇത് സർക്കാർ നയമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് ഇത് പഴയ നയം തന്നെയാണെന്നാണ്. പ്രത്യക്ഷത്തിൽ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നിഷേധിക്കാൻ കഴിയില്ല, പക്ഷെ പരോക്ഷമായി നിഷേധിക്കണം. ഇവിടെ പരോക്ഷമായി നിഷേധിക്കുന്ന എങ്ങനെയാണ്? യഥാർത്ഥ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭിക്കുന്നതിനുള്ള അവസരം നിഷേധിക്കുകയാണ്. എന്നാൽ പ്രത്യക്ഷമായി വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിച്ചു എന്ന് പറയാനും കഴിയാത്ത ഒരു കാര്യം കൂടിയുണ്ട് സാർ. ഇതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് സാർ. അതായത് കുട്ടികൾക്ക് അതിനുള്ള അവസരം നിഷേധിക്കുന്നു. പഠിച്ചില്ലെങ്കിലും മാർക്ക് കിട്ടുമെന്നൊരു തോന്നൽ അവർക്ക് വരുന്നു, രക്ഷിതാക്കൾക്ക് വരുന്നു. മറ്റൊന്ന് വലിയൊരു വിപത്ത്, പഠിപ്പിച്ചില്ലെങ്കിലും കുട്ടികൾക്ക് മാർക്ക് കിട്ടും, പിന്നെ എന്തിനാണ് ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നത് എന്ന ബോധം നന്നായി പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഉണ്ടാകുന്നു സാർ. തീർച്ചയായിട്ടും അവരിൽ ആ ബോധം ഉണ്ടാകുന്നു. എന്നിട്ട് ഈ വാസ്തവത്തിൽ ഗവൺമെൻറ് വിദ്യാഭ്യാസ ഡയറക്ടർ എന്ന് പറയുന്ന വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനത്തെ സംബന്ധിച്ച് ആധികാരികമായി പറയാൻ അർഹതയുള്ള, യോഗ്യതയുള്ള, അതിനുടെ അതോറിറ്റി തന്നെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് നിലവാരമില്ലാതെ നമ്മൾ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അത് മറ്റൊരിടത്തുമല്ല, അധ്യാപകരുടെ മുമ്പിലാണ്. അപ്പോഴാണ് ആ പറഞ്ഞത് ശരിയായില്ല, ആ പറഞ്ഞ കാര്യം പുറത്തുവിട്ട അധ്യാപകൻ്റെ നടപടി വഞ്ചനയും ചതിയുമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അവർക്കെതിരെ നടപടി എടുക്കുമെന്നും പറയുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വാസ്തവത്തിൽ ഇത് സീരിയസ് ആയിട്ട് ഏറ്റവും ഗൗരവമുള്ള, സർക്കാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയമാണ് ഡയറക്ടർ ഉന്നയിച്ചതും. ആ വിവരം പൊതുസമൂഹത്തെ അറിയിക്കുക എന്ന ഏറ്റവും ഉന്നതമായ കടമയാണ് ആ അധ്യാപകൻ നിർവഹിച്ചതും. അത് രഹസ്യമാക്കി വെക്കേണ്ട കാര്യമാണോ? അത് പരസ്യമായി സമൂഹവും സർക്കാരും ചർച്ച ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാക്കുകയല്ലേ വേണ്ടത്? സാറ് 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ ഒരു പക്ഷേ വിജയ ശതമാനം എന്ന് പറയുന്നത് 29% ആയിരിക്കും അല്ലേ? ഞാനത് പഠിച്ച് വരുമ്പോഴേക്ക് ഏതാണ്ട് അത് 48% ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ആ തരം ശതമാനത്തിൽ ഒതുക്കി നിർത്തണമെന്നൊന്നും സാറോ ഒരുപക്ഷെ ഞാനോ ആരും ആവശ്യപ്പെടുന്നില്ല. ഇന്നത്തെ സമൂഹത്തിൽ ആരും ആവശ്യപ്പെടുന്നില്ല. കുട്ടികൾ ജയിക്കട്ടെ, കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അനാവശ്യമായി A+ കൊടുക്കുന്നു എല്ലാത്തിലും. എന്നിട്ട് കുട്ടികൾ അതെല്ലാം ഇങ്ങനെ ഫ്ലെക്സ് അടിച്ച് വെക്കുന്നു, പടം അടിച്ചിങ്ങനെ വെക്കുന്നു, ഒരു സ്കൂളിന് ഇത്ര ഫ്ലെക്സ്. അതിൽ ഈ അഭിമാനത്തിൽ അഭിരമിക്കുന്ന പള്ളിക്കൂടങ്ങൾ
ഇല്ലേ, PTA കമ്മിറ്റികൾ. ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല. പക്ഷേ ഇത് സാറ് പറഞ്ഞതുപോലെ സ്വന്തം പേര് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതാൻ അറിയില്ലാത്ത കുട്ടികൾ സാറേ. എന്നാ പറയുന്നത്, പുതിയ തലമുറയിൽപ്പെട്ട അധ്യാപകർ പോലും, പുതിയ തലമുറയിൽ വരുന്ന അധ്യാപകർ ബോർഡിൽ എഴുതുന്നത് അക്ഷരത്തെറ്റോടു കൂടിയാണ്. മലയാള ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയില്ലാത്ത അധ്യാപകർ പാസ്സായി വരുന്നു, നമ്മുടെ നാട്ടിൽ കുട്ടികളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വിപത്തുകൾ നമ്മുടെ സമൂഹത്തിന്, ഭാഷ ജീർണിക്കുമ്പോൾ സമൂഹം ജീർണിക്കുമെന്ന് സാറിനറിയാലോ. അത് നമ്മുടെ സംസ്കാരം ജീർണിക്കുമ്പോൾ സമൂഹം ജീർണിക്കും. അപ്പോൾ ഈ തരത്തിലുള്ളൊരു കാര്യം ചൂണ്ടിക്കാണിക്കുക. ഇപ്പം ഞാൻ സാറിനോട് ചോദിക്കട്ടെ, സത്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി ഒരു 10-20 വർഷം മുമ്പ്, അല്ലെങ്കിൽ ഒരു 97 തൊട്ട് 20 വർഷം അല്ലെങ്കിൽ 25 വർഷത്തിനപ്പുറത്ത് നമ്മൾ ഒരു വിദ്യാഭ്യാസ രംഗത്തൊരു മാറ്റം വന്നു. അതിൻ്റെ മുന്നണി പോരാളികളിൽ ഒരാളായിരുന്നു ഞാനും ഉൾപ്പെടെയുള്ള. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നടന്ന ചെറിയ ഒരു ചലനം പോലും സാറിനറിയാം, നമുക്കും മനസ്സിലാകും. ഇപ്പോൾ ടീച്ചർ സെൻറ്റേർഡ് ആയിരുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയെ വളരെ പെട്ടെന്ന് ചൈൽഡ് സെൻറ്റേർഡ് ആക്കി മാറ്റി, അത് ചൈൽഡ് ഫ്രണ്ട്ലി ആക്കി, അത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആക്കി. അങ്ങനെയൊക്കെയുള്ളൊരു കാതലായ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ലേണിംഗ് സമ്പ്രദായം കൊണ്ടുവന്നു, അന്വേഷണാത്മകമായൊരു പഠനം കൊണ്ടുവന്നു. ഇതൊക്കെ നന്ന്. പക്ഷേ അത് നമ്മുടെ ക്ലാസ് മുറികളിൽ പ്രതിഫലിക്കുന്നില്ലേ സാർ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആശയാവതരണ രീതി ഭാഷാ പഠനത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അക്ഷരപഠനത്തിൽ പ്രത്യേകിച്ച്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ആന എന്ന വാക്ക് നമ്മൾ പഠിപ്പിക്കുന്നതിന് ആ പദം കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അത് എഴുതാനും വായിക്കാനുമുള്ള പരിചയം കുട്ടികൾക്ക് നൽകുന്നതിന് വേണ്ടി ആശയാവതരണ രീതിയിൽ ആനയുടെ ചിത്രം കാണിച്ചുകൊണ്ട് ആന എന്ന പദം പറയുകയും ആ പദം ബോർഡിൽ എഴുതുകയും അത് വായിക്കുകയും അങ്ങനെ ആന എന്ന ആശയത്തിലൂടെ അല്ലെങ്കിൽ ആ ചിത്രത്തിലൂടെ കുട്ടിയെ ആ ആശയം മനസ്സിൽ നൽകിക്കൊണ്ട് ആ വാക്ക് പരിചയപ്പെടുത്തുന്നു, അതിലൂടെ അക്ഷരം പരിചയപ്പെടുത്തുന്നു. ആ രീതി അത് ഏറ്റവും ശാസ്ത്രീയമായ ഒരു രീതി തന്നെയാണ് എന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. പക്ഷേ അങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആ വാക്കിൻ്റെ പഠനം പൂർത്തിയാക്കാൻ പാടില്ല, അക്ഷരപഠനം പൂർത്തിയാക്കാൻ പാടില്ല. വാസ്തവത്തിൽ ചെയ്യേണ്ടത് അങ്ങനെ പരിചയപ്പെടുത്തിയതിന് ശേഷം ആ വാക്കും അതിലെ അക്ഷരങ്ങളും കുട്ടി ഉറപ്പായിട്ട് വ്യക്തമായി ആശയം ഗ്രഹിച്ച് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് പോകുന്ന ഒരു രീതി വേണം. അങ്ങനെ അക്ഷരം ഉറപ്പിച്ച് പോകുന്ന ഒരു രീതി വേണം. ഒരു ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ച് എല്ലാ കുട്ടികളും ഒറ്റയടിക്ക് തന്നെ ഈ ഉറപ്പ് വരുത്തുന്നതിൽ വിജയിച്ചു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഏത് കുട്ടിയാണോ പിന്നിൽ നിൽക്കുന്നത്, ഏത് കുട്ടിയാണോ ആ അക്ഷരം പഠിക്കാത്തത് അല്ലെ വാക്ക് പഠിക്കാത്തത്, അത് എഴുതാനും വായിക്കാനുള്ള ശേഷി ആർജിക്കാതിരിക്കുന്നത്, അത് പരിഹാരബോധനത്തിലൂടെ അതിന് പരിഹാരമുണ്ടാക്കിക്കൊണ്ട് വേണം ആ കുട്ടിയെ പ്രൊമോട്ട് ചെയ്യാൻ. അല്ലാതെ ആ കുട്ടിയെ തോപ്പിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും സാറ് പറഞ്ഞു വരുന്നതിലെ ആശയാവതരണ രീതി വളരെ ചർച്ചയായ ഒരു വിഷയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ചർച്ചയാവുകയും അക്ഷരങ്ങൾ വീണ്ടും പാഠപുസ്തകത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്ന നിലയിലൊക്കെ ആ ചർച്ച വരികയും ചെയ്തു. അത്ര ആരോഗ്യകരമല്ലാത്ത ചില ചർച്ചകളൊക്കെ ആയിരുന്നു. പക്ഷേ എന്താണ് ആശയാവതരണ രീതി എന്ന് പൂർണ്ണമായിട്ടും സമൂഹത്തിന് മനസ്സിലാകാത്ത ഒരു സംവിധാനം ഇപ്പോഴും ഉണ്ട്. ഏതാണ്ട് 25 വർഷം കഴിഞ്ഞിട്ടും 25 വർഷം കേരളീയ സമൂഹം, നമ്മുടെ വിദ്യാഭ്യാസ സമൂഹം ചർച്ച ചെയ്തിട്ടും ഇപ്പോൾ സാറ് പറഞ്ഞ രീതി, ഇതിനോട് പല കാര്യങ്ങളോട് സാറിന് വിയോജിപ്പുണ്ടെങ്കിലും സാർ ആശയാവതരണ രീതി ശാസ്ത്രീയമാണെന്ന് സമ്മതിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ കാര്യത്തിലൊരു സംശയമില്ല, അത് ശാസ്ത്രീയം തന്നെയാണ്. കാരണം ആശയം ആണ് ആദ്യം കുട്ടിയുടെ മുന്നിൽ രൂപപ്പെടുന്നത്, ഒരാശയം. ആ ആശയത്തിൽ നിന്ന് അതൊരു പക്ഷേ ആനയുടെ ചിത്രം കാണിച്ചുകൊണ്ടുള്ളൊരു ആശയമാവാം, ആന തടി വലിക്കുന്നതാവാം, എന്തും ആവട്ടെ. അപ്പോൾ അങ്ങനെ ഒരു ആശയം കുട്ടിയുടെ മനസ്സിൽ കൊടുക്കുകയും അതിനുശേഷം ആന എന്ന പദം, അതിനു മുമ്പ് തന്നെ ആനയുമായി ബന്ധപ്പെട്ട വാക്യം കുട്ടിയെ അറിയുകയും ആ വാക്യത്തിൽ നിന്ന് പദത്തിലെത്തുകയും പദത്തിൽ നിന്ന് അല്ലെങ്കിൽ വാക്കിൽ നിന്ന് അക്ഷരം, ഏതക്ഷരമാണോ നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ അക്ഷരത്തിലേക്ക് എത്തുകയും ആ അക്ഷരം കുട്ടിയിൽ ഉറപ്പിക്കുകയും വേണമെന്നാണ്. അതുമാത്രം പോരാ സാർ, ഇതിൻ്റെ വീണ്ടും ഒരു ചാക്രികമായി ഇത് തുടരണം. അങ്ങനെ പലവട്ടം ഇത് തുടരുമ്പോഴാണ് ഒരക്ഷരം ആശയത്തിൽ നിന്ന് വാക്യത്തിലും, വാക്യത്തിൽ നിന്ന് വാക്കിലും, വാക്കിൽ നിന്ന് അക്ഷരത്തിലേക്കും, അക്ഷരത്തിൽ നിന്ന് പിന്നെ വാക്കിലും, പിന്നെ വാക്യത്തിലും, പിന്നെ ആശയത്തിലേക്കും പോകുന്നൊരു സംവിധാനം. കറക്റ്റാണ് സാർ, ശരിയാണ്. പക്ഷേ സാറ് പറഞ്ഞിടത്താണ് അതിൻ്റെ പരാജയം. എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇത് 4-5 അക്ഷരങ്ങൾ ഇങ്ങനെ ആശയാവതരണത്തിൽ പഠിപ്പിക്കാനേ കഴിയൂ, ബാക്കിയുള്ള അക്ഷരങ്ങൾക്ക് കഴിയില്ല സാർ. കഴിയില്ല എന്ന് പറയുന്നത് ആദ്യം കുറേ എളുപ്പമാണ്, അധ്യാപകർക്ക് കുറേ ഉദാഹരണങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. പക്ഷേ മലയാളത്തിലെ മുഴുവൻ അക്ഷരങ്ങളും അതിൻ്റെ ചിഹ്നങ്ങൾ ഉൾപ്പെടെ ഇങ്ങനെ പഠിപ്പിക്കുക അസാധ്യമാണ് പലപ്പോഴും. അവിടെ ഒരു പ്രശ്നമുണ്ട് സാർ. അതാണ് ഇവിടെ പരാജയ കുട്ടികൾ അക്ഷരം പഠിക്കാൻ ബുദ്ധിമുട്ടുന്നതിൻ്റെ കാരണം. അല്ല, അങ്ങനെയെങ്കിൽ ആ കാര്യം ചർച്ച ചെയ്യുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ആ രീതിയിലുള്ള ഒരു ബോധന സമ്പ്രദായത്തിന്
രൂപം കൊടുക്കുകയും അത് നടപ്പിലാക്കുകയല്ലേ വേണ്ടത്. അതാണ് വേണ്ടത്. അത് ആ രീതിയിൽ പരിഹരിക്കുകയാണ് വേണ്ടത്. അത് സാറ് പറഞ്ഞതുപോലെ ഈ അക്ഷരാവതരണം ആശയാവതരണ രീതിയിലൂടെ അക്ഷരത്തിലെത്തിയാൽ എന്നിട്ട് അക്ഷരം ഉറപ്പിച്ചാൽ എന്താണ് കുഴപ്പം? ഒരു കുഴപ്പം ഉറപ്പിക്കണമല്ലോ. അതെ, ഉറപ്പിച്ച് മുന്നോട്ട് പോകണ്ടേ? ഇവിടെ ആശയാവതരണക്കാരിൽ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇത് ഇങ്ങനെ പറഞ്ഞു പോയാലും മതി, അക്ഷരം ഉറപ്പിച്ചാൽ അത് അക്ഷരാവതരണ രീതിയായി പോകും എന്നൊരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ അധ്യാപകർക്കിടയിലോ വന്നിട്ടുണ്ട്. അതാണ് പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിട്ട് സാറേ, ഇപ്പോൾ ഇംഗ്ലീഷോ മലയാളം ഇപ്പോൾ ഒന്നുമില്ല, കുട്ടിക്ക് ആകാശമില്ല ഭൂമിയില്ല. സത്യത്തിൽ നമ്മൾ ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുത്തു, അല്ലെങ്കിൽ കുട്ടികൾ മുഴുവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പോകുമെന്ന് വിചാരിച്ച് നമ്മുടെ ക്ലാസ്സുകൾ പലതും സ്മാർട്ട് ക്ലാസ്സുകളാക്കിയതിനോടൊപ്പം തന്നെ അതൊക്കെ നല്ലത്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ നന്നാവണം, ഭൗതിക സാഹചര്യങ്ങളൊക്കെ നന്നാവണം. പക്ഷേ അതിനോടൊപ്പം നമ്മൾ ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുത്തു, മലയാള ഭാഷയ്ക്കുള്ള പ്രാധാന്യം കുറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഫലത്തിൽ എന്താണ് സാർ സംഭവിച്ചത്? കുട്ടികൾക്ക് ആകാശമില്ല ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ മലയാളമില്ല, ഇംഗ്ലീഷ് അല്ല. വാസ്തവത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭാഷാ പഠനത്തിലൂടെ കുട്ടി കൈവരിക്കേണ്ട നേട്ടം എന്താണ്? ഭാഷ നന്നായി അതിൻ്റെ ഫോർഫോൾഡ് ലാംഗ്വേജ് സ്കിൽസ് ആർജിക്കലാണല്ലോ പ്രധാനം. തീർച്ചയായിട്ടും. മറ്റൊരാൾ പറയുന്നത് അതിൻ്റെ ആശയം ചോർന്നു പോകാതെ ഗ്രഹിക്കാനുള്ള ശേഷി കുട്ടിക്കുണ്ടാകണം. ഒന്ന്, തൻ്റെ മനസ്സിലുള്ളൊരാശയം മറ്റൊരാളെ ആശയ വ്യക്തതയോട് ധരിപ്പിക്കാനുള്ള അല്ലെങ്കിൽ പറഞ്ഞു കേൾപ്പിക്കാനുള്ള കഴിവ് കുട്ടിക്കുണ്ടാകണം. എഴുതി വച്ചിരിക്കുന്ന ഒരാശയം വായിച്ച് ആശയം ചോർന്നു പോകാതെ ഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അതുപോലെ തന്നെ മറ്റൊരാളെ ധരിപ്പിക്കാൻ തൻ്റെ മനസ്സിലുദിച്ച ഒരാശയം വ്യക്തതയോടുകൂടി അയാൾക്ക് മനസ്സിലാകത്തക്ക വിധം രേഖപ്പെടുത്താനും കഴിയണം. ആശയവ്യക്തതയോടുകൂടി രേഖപ്പെടുത്താനും കഴിയണം. ഈ 4 കാര്യത്തിൽ അടിസ്ഥാനപരമായ ശേഷി ഉണ്ടാകലാണല്ലോ ഭാഷാ പഠനത്തിലൂടെ കുട്ടികൾക്ക് ലഭിക്കേണ്ടത്. എന്നാൽ ഈ ഭാഷാശേഷി എത്ര കുട്ടികൾക്ക് 10 വർഷം ഭാഷ പഠിച്ചതിന് ശേഷം, 10ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ 10 വർഷം 10 വർഷം കുട്ടി സ്കൂളിൽ പഠിച്ചതിന് ശേഷം ഈ 4 തരത്തിലുള്ള ഭാഷാശേഷിയോടുകൂടി എത്ര കുട്ടികളാണ് SLC പാസ്സാകുന്നത്? എത്ര കുട്ടികൾക്കാണ്? ഇതിലെ ഏറ്റവും ഉയർന്ന ശേഷിയിലെത്തിയവർക്കാണല്ലോ A ഗ്രേഡ് കൊടുക്കേണ്ടത്, അല്ലേ? അങ്ങനെ ഏറ്റവും ഉയർന്ന ശേഷിയിൽ ഈ 4 കാര്യത്തിൽ ഏറ്റവും ഉയർന്ന ശേഷിയിലെത്തിയ എത്ര കുട്ടികൾക്കാണ് A+ കിട്ടുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇനിയിപ്പോൾ അത് ഭാഷയുടെ കാര്യം, ഇംഗ്ലീഷ് മറ്റ് മാതൃഭാഷയുടെ കാര്യം, ഇംഗ്ലീഷ് ഭാഷയുടെ കാര്യം എടുത്താലോ, ഇംഗ്ലീഷ് ഭാഷയും ഈ 4 തരത്തിൽ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി അത് ഇപ്പോൾ 3ാം ക്ലാസ്, ഞാനൊക്കെ അധ്യാപകൻ ആദ്യം ആയപ്പോൾ 3ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ 1ാം ക്ലാസ് മുതലായിട്ടുണ്ട് സാറേ. ഉണ്ട്. ഇപ്പോൾ 1ാം ക്ലാസ് മുതൽ പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ഉണ്ട്. അങ്ങനെയെങ്കിൽ 10 വർഷം ഇംഗ്ലീഷ് പഠിച്ചതിന് ശേഷവും ആ ഭാഷ കേട്ടാൽ മനസ്സിലാകുന്ന എത്ര SLC കുട്ടികളുണ്ട്? ആ ഭാഷ സംസാരിക്കാൻ കഴിയുന്ന എത്ര ഇംഗ്ലീഷ് കുട്ടികളുണ്ട്? ആ ഭാഷ നന്നായിട്ട് എഴുതി ആശയം പ്രകടിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ളതും വായിച്ച് ആശയം ഗ്രഹിക്കാൻ എത്ര കുട്ടികളുണ്ട്? കുട്ടികളുണ്ടെന്ന് ഉള്ള ചോദ്യമല്ല ഞാൻ ചോദിക്കുന്നത്. പ്രധാനമായിട്ട് എത്ര അധ്യാപകരുണ്ട് എന്ന ചോദ്യം. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന എത്ര അധ്യാപകർ ഉണ്ട് എന്ന ചോദ്യം ചോദിച്ചാൽ വാസ്തവത്തിൽ വളരെ ചെറിയൊരു ശതമാനം അധ്യാപകരെ നന്നായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകരിൽ തന്നെ വളരെ ചെറിയൊരു ശതമാനം അധ്യാപകർ മാത്രമേ നന്നായിട്ട് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അനുഭവമുള്ള കാര്യം. സാർ, മലയാളിയുടെ ഇംഗ്ലീഷ് ഭാഷാ രീതി, പഠന രീതി ഇപ്പോഴും പൂർണ്ണമായി നമുക്ക് മനസ്സിലായിട്ടില്ല. എന്ന് പറഞ്ഞാൽ അത് ആവിഷ്കരിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്കോ വിദ്യാഭ്യാസ ശാസ്ത്രജ്ഞന്മാർക്കോ കഴിഞ്ഞിട്ടില്ല. DPP-യിൽ അതുപോലെ സർവശിക്ഷാ അഭിയാനൊക്കെ വന്നപ്പോൾ അതിനകത്ത് ഒത്തിരി പരീക്ഷണങ്ങൾ നടന്നു. സാറിനറിയാലോ, ഒട്ടേറെ ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പരീക്ഷണങ്ങൾ നടന്നെങ്കിൽ പോലും അധ്യാപകർക്ക് നിർഭയമായി ക്ലാസ് മുറിയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംഗ്ലീഷ് പറയാൻ ഇപ്പോഴും കഴിയുന്നില്ല. നമ്മൾ ഡിഗ്രി കഴിഞ്ഞവർ, ഒപ്പം തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർ, അത് ഇംഗ്ലീഷ് തന്നെ എടുത്ത് ഇംഗ്ലീഷ് ഐച്ഛികമായി എടുത്ത് പഠിച്ചവർ, അവർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയുന്നില്ല. എവിടെയാണ് ഇതിൻ്റെ തകരാറ് സാറേ? തീർച്ചയായിട്ടും അത് ഇംഗ്ലീഷ് മാതൃഭാഷ ഒഴിച്ച് മറ്റ് ഒരു ഭാഷാ പഠനം നടക്കുന്നത് എങ്ങനെയാണ്? ഭാഷാ പഠനം നടക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഞാൻ പറയാം, ഇപ്പം മലയാളിയായ ഒരു കുട്ടി ഇംഗ്ലണ്ടിൽ പോയി 1 മാസം താമസിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ഏത് പ്രായത്തിലുള്ളതായിക്കോട്ടെ, 1 മാസം കഴിയുമ്പോഴേക്കും, അതായത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവരുടെ ഇടയിൽ മാത്രമായിട്ട് താമസിക്കുകയാണെങ്കിൽ ആ കുട്ടി 1 മാസം കൊണ്ട് ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച നിലയിലുള്ള ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാനുള്ളൊരു ഏതാണ്ട് കപ്പാസിറ്റിയിലേക്ക് എത്തും. 1 വർഷം താമസിച്ചു കഴിഞ്ഞാൽ അവൻ നന്നായിട്ട് ഇംഗ്ലീഷ്
സംസാരിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ കാര്യത്തിൽ സംശയം. അത് ഇംഗ്ലീഷ് മാത്രമല്ലല്ലോ സാർ, ഏതൊരു ഭാഷ സംസാരിക്കുന്നവർക്കിടയിൽ ഏതൊരു സെക്കൻഡ് ലാംഗ്വേജ്, ഏതൊരു ഭാഷയുടെ കാര്യത്തിൽ ആ രീതി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷാ പ്രയോഗത്തിനുള്ള അവസരം ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഭാഷ പഠിപ്പിക്കേണ്ടത്, അല്ലാതെ ട്രാൻസ്ലേറ്റ് ചെയ്തല്ല മറ്റൊരു ഭാഷ പഠിപ്പിക്കേണ്ടത്. അതാണ് അതിൻ്റെ തകരാറ്. ആ തകരാറ് പരിഹരിക്കാൻ ആവശ്യമായ സാഹചര്യമാണ് ക്ലാസ് റൂമിൽ സൃഷ്ടിക്കേണ്ടത്. അതിനാവശ്യമായ ഒരു ബോധന സമ്പ്രദായം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഡെവലപ്പ് ചെയ്യാതെ നമ്മൾ ഈ പരാതി പറഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല. അത് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഇപ്പം നവോദയ വിദ്യാലയങ്ങളിൽ ചെന്നുപെടുന്ന നമ്മുടെ കുട്ടികളുണ്ടല്ലോ സാർ, അവരൊരു 3-4 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർ 4-5 ഭാഷ സംസാരിക്കും. ഈ 4-5 ഭാഷ സംസാരിക്കുന്നത് 4-5 സ്റ്റേറ്റുകളിൽ നിന്ന് 4-5 തരം ഭാഷകൾ സംസാരിക്കുന്ന കുട്ടികളുമായി സംവദിച്ചിട്ടാണ്. ഇപ്പം നമ്മുടെ ഇവിടെ വരുന്ന ഭായിമാർ, ബംഗാളികളാവട്ടെ ആസാമികളാവട്ടെ ആരുമാട്ടെ, അവർ നന്നായിട്ട് മലയാളം പറയുന്നു. 2-3 വർഷം കൊണ്ട് അവർ നമ്മളെപ്പോലെ അല്ലെങ്കിൽ പ്രൊണൗൺസിയേഷനിലൊക്കെ ചില വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും അവർ മലയാളം സംസാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ അന്യ സ്റ്റേറ്റിൽ ചെല്ലുമ്പോൾ ആ സ്റ്റേറ്റിലെ ഭാഷ ഏതാണോ അത് സംസാരിക്കുന്നു. ആ രീതിയിലേക്ക് ഇംഗ്ലീഷ് ആയാസരഹിതമായി സംസാരിക്കാൻ, നിർഭയമായി മലയാളിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വല്ലാത്ത പേടിയുണ്ടല്ലോ സാർ? തീർച്ചയായിട്ടും. അപ്പം ഇത് മാത്രമല്ല, എല്ലാ വിഷയങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു പോരായ്മ ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഭാഷ പഠിക്കുന്നത് ഭാഷ അനായാസമായി കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി കുട്ടികൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഏത് ഭാഷയായാലും, മാതൃഭാഷയും മറ്റു ഭാഷകളും ആയിക്കോട്ടെ. ഗണിതം പഠിക്കുന്നതിന്, ഗണിതത്തിൻ്റെ കാര്യത്തിൽ ഈ പ്രശ്നമില്ലേ? ഗണിതം എന്ന് പറഞ്ഞാൽ ഗണിതത്തിൽ വാസ്തവത്തിൽ ഗണിത പഠനത്തിൻ്റെ അല്ലെങ്കിൽ ഗണിത ബോധനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് സംഖ്യാബോധം കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതാണ് സംഖ്യാബോധം ഉണ്ടാകുക. എത്ര കുട്ടികൾക്ക് സംഖ്യാബോധമുണ്ട്? പ്രധാനപ്പെട്ട 4 ക്രിയകൾ ഗണിതത്തിലെ പ്രധാനപ്പെട്ട 4 അല്ലേ? സങ്കലനം, വിഭജനം, ഗുണനം, ഹരണം. ഇത് 4ഉം കൃത്യമായിട്ട് ചെയ്യാൻ എത്ര കുട്ടികൾക്ക് കഴിയുന്നുണ്ട്? ഇവർ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ ക്രിയ ചെയ്യാൻ ഈ 10ാം ക്ലാസ് വരെ പഠിച്ച എത്ര കുട്ടികൾ കഴിയുന്നുണ്ട്? 10ാം ക്ലാസ് പഠിച്ച കുട്ടികൾക്കല്ല, എനിക്ക് അത്ഭുതം തോന്നിയ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള BSc മാത്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളോട് ഒരു മീൻകുളത്തിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കാണിക്കുന്ന ഒരു കണക്കെടുക്കാൻ പറഞ്ഞാൽ എന്തിനാ സാർ ഒരു മുറി 10 അടി നീളവും വീതിയുള്ള ഒരു മുറിയുടെ ചതുശ്ര അടി എത്രയാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കഴിയുന്നില്ല സാർ. അതെന്തൊരു അപ്രായോഗികമായ ഇല്ലേ, പ്രായോഗികതയില്ലാത്ത വിദ്യാഭ്യാസം. ഒരു ലക്ഷം തടി എടുത്തിട്ട് കൊടുത്തിട്ട് അത് എത്ര കുബിക്കടിയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MSc പാസ്സായ മാത്സ് പാസ്സായ പല കുട്ടികളോട് ഞാൻ ചോദിച്ച ചോദ്യമാണത്. ആ കുട്ടികൾക്ക് അറിയില്ല. എത്ര ഒരു മരം അതിൻ്റെ അളവെടുത്തിട്ട് എത്ര ക്യൂബിക്കടി ഉണ്ടെന്ന് പറയാൻ ആ കുട്ടിക്ക് അറിയില്ല. അപ്പോൾ അതെന്തൊരു വിദ്യാഭ്യാസം? ഇനി ശാസ്ത്ര വിഷയത്തിൻ്റെ കാര്യം എടുക്കുക. ശാസ്ത്ര വിഷയത്തിൻ്റെ കാര്യം എടുത്താൽ ശാസ്ത്രം പഠിപ്പിക്കുന്നത് എന്തിനാണ്? ശാസ്ത്രബോധം കുട്ടികളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിരീക്ഷണം, പരീക്ഷണം ഇല്ലേ സാർ, അപഗ്രഥനം, ഇതൊക്കെ ആ തരം ശേഷികൾ കുട്ടികളിൽ വളരാൻ വേണ്ടിയിട്ടല്ലേ? ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ പോലും ശാസ്ത്രബോധമുള്ളവർ, അവർ വലിയ ശാസ്ത്രത്തിൻ്റെ വലിയ അറിവുള്ളവരാണ്. ശാസ്ത്രം പ്രയോഗിക്കാനുള്ള ശേഷിയും അവർക്കുണ്ട്. പക്ഷെ അവർക്ക് ശാസ്ത്രബോധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. ശാസ്ത്രബോധമില്ലാത്ത ധാരാളം ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ രാജ്യത്തും ലോകത്തും ഉണ്ട്. അപ്പോൾ ശാസ്ത്രം പഠിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം ശാസ്ത്രബോധം ഉണ്ടാക്കലാണെങ്കിൽ സയൻറ്റിഫിക് ടെമ്പർ ക്രിയേറ്റ് ചെയ്യാൻ എത്ര മാസ്റ്റർ ഡിഗ്രി, സയൻസിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ള എത്ര പേരിൽ സയൻറ്റിഫിക് ടെമ്പർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞു എന്ന ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. ഇതാണ് അവസ്ഥ. അപ്പോൾ അടിസ്ഥാനപരമായി വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ടതെന്തോ ആ നേടേണ്ട ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് അത് നേടാൻ പര്യാപ്തമായ നിലയിലുള്ള പഠന സമ്പ്രദായവും പാഠ്യപദ്ധതിയും സിലബസും അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ നടപ്പിലാക്കലും ഉണ്ടാവണം. അത് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. അത് നടക്കുന്നില്ലെങ്കിൽ അത് നടക്കാൻ ആവശ്യമായ പരിഹാരക്രിയകൾ ചെയ്യേണ്ടതാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. അതിനനുസൃതമായ ഒരു നയം നടപ്പിലാക്കലാണ് സർക്കാരിൻ്റെ ബാധ്യത. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് സാർ വന്നത്. ആദ്യം സാർ പറഞ്ഞതും, അതായത് മാർക്ക് ദാനം മഹാദാനം. ഈ മാർക്ക് ദാനത്തിലൂടെ നിരക്ഷരരായ കുറേ കുട്ടികളെ സൃഷ്ടിച്ചെടുക്കൽ
വളരെ ബോധപൂർവമായ ലക്ഷ്യമാണ് എന്ന് സാർ ആദ്യം സൂചിപ്പിക്കേണ്ടായി. കാരണം മാർക്ക് കൊടുക്കുമ്പോൾ ഒരു വിഭാഗം ആരാണോ അതിൻ്റെ ഉപഭോക്താക്കൾ, അല്ലെങ്കിൽ അതിന് ആർക്കാണോ അതുകൊണ്ട് ഗുണം കിട്ടുന്നത്, ആ വിഭാഗം സംതൃപ്തരാണ്, പെട്ടെന്ന് തൃപ്തിയാകും. പക്ഷേ ആത്യന്തികമായി അവരുടെ ലക്ഷ്യം പൂർണ്ണമാവുന്നില്ല. മാർക്ക് കിട്ടുന്നതുകൊണ്ട് അതൊരു താൽക്കാലികമായ പത്രത്തിൽ പേര് വരുന്നു, അല്ലെങ്കിൽ ഫ്ലെക്സിൽ പേര് വരുന്നു, A+ കിട്ടിയ പള്ളിക്കൂടത്തിന് അഭിമാനകരമായ വിജയം സമ്മാനിക്കുന്നു. അതൊക്കെ സത്യത്തിൽ ക്ഷണികമായ ചില ആഹ്ലാദ പ്രകടനങ്ങൾ മാത്രമാണ്. ലക്ഷ്യം വയ്ക്കുന്നത് നമ്മൾ വരും കാലത്തേക്കാണ്. വരും കാലത്തേക്കുള്ള ഒരു വലിയ നിക്ഷേപമായി വിദ്യാഭ്യാസത്തെ കാണണമല്ലോ സാർ, തീർച്ചയായും വേണ്ടേ? അങ്ങനെയാണ് എങ്കിൽ ആ നിക്ഷേപം പരാജയപ്പെടുന്നു എന്നല്ലേ അർത്ഥം? അല്ല, ആ നിക്ഷേപം വിജയിക്കണമെന്ന് ലക്ഷ്യമുള്ളവർ അത് വിജയിക്കാൻ ആവശ്യമായ പദ്ധതി ആവിഷ്കരിക്കും. അങ്ങനെ ഇല്ലാത്തവർ അത് ആവിഷ്കരിക്കുകയില്ല എന്നാണ് നമ്മൾ കാണേണ്ടത്. ഇത് ജനങ്ങൾ കാണേണ്ട പ്രശ്നമാണ്, ജനങ്ങൾ തിരിച്ചറിയേണ്ട പ്രശ്നമാണെന്നാണ് എൻ്റെ അഭ്യർത്ഥന. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാർക്ക് ദാനത്തിലൂടെ പുറത്തു വരുന്ന അനർഹരായ കുട്ടികൾ, വിജയിക്കിട്ട കുട്ടികൾ, കാരണം പരാജയങ്ങൾ പലപ്പോഴും കുട്ടികളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികൾ വിജയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല സാർ. പക്ഷേ നേരെ മറിച്ച് കുട്ടികളെ അനാവശ്യമായി, ഇപ്പോൾ സാറിനറിയാലോ, ഈ പ്രളയത്തിനും നമ്മുടെ കോവിഡിനും ശേഷം 2021 വർഷത്തിൽ നമുക്ക് 1.25 ലക്ഷം കുട്ടികളാണ് A+ കിട്ടിയവർ. എന്തൊരു അത്ഭുതകരമാണ്. അതിന് മുൻ വർഷത്തിൽ കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ 3 ഇരട്ടിയാണത്. അത് 2022 വന്നപ്പോൾ സാറേ A+ വന്നത് 44,000 കുട്ടികൾക്കാണ്. അത് 2023 വന്നപ്പോൾ ഏതാണ്ട് 68,404 കുട്ടികൾക്കാണ്. അതായത് 70,000-നടുത്ത് കുട്ടികൾക്ക് A+ വരുന്നു. ഈ കുട്ടികൾക്ക് നമുക്ക് സത്യത്തിൽ ഈ +1 ചെല്ലുമ്പോൾ അഡ്മിഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം നേരിട്ട് ഒരു പ്രതിസന്ധി സാറ് ശ്രദ്ധിച്ച് കാണും. A+കാർക്ക് അഡ്മിഷൻ കിട്ടിയില്ല. എല്ലാത്തിനും A+ ഉള്ള കുട്ടികളുണ്ടല്ലോ, അവർക്ക് അഡ്മിഷൻ കിട്ടണ്ടേ? അപ്പോൾ അവരിൽ ചിലർ പുറന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ കഴിഞ്ഞ തവണ ഉണ്ടായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ A+ കൊടുക്കുമ്പോഴും കൊടുക്കുമ്പോഴും വേണ്ടത്ര ഭാവി അഡ്മിഷൻ പോലും ചിന്തിക്കാതെയുള്ള ഒരു വേണ്ടത്ര ചിന്ത, അല്ലെങ്കിൽ വേണ്ടത്ര ഒരു പ്ലാനിങ് അതിൻ്റെ പിന്നിലില്ലാതെ പോകുന്നില്ല. അല്ല, അതിൽ ഒരു കാര്യം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇപ്പോൾ A+ കിട്ടുന്ന നിലവാരത്തിലേക്ക് കുട്ടികളെ എത്തിച്ചിട്ട് A+ കൊടുക്കുക എന്ന രീതി നമ്മൾ സ്വീകരിക്കണം. ഇനി A+ കിട്ടാത്തവരെ, അല്ലെങ്കിൽ അതിന് അർഹത നേടാത്തവരെ തോൽപ്പിക്കുക എന്ന സമ്പ്രദായമല്ല നമ്മൾ സ്വീകരിക്കുന്നത്. അല്ല, ഷാനവാസ് സാറും പറഞ്ഞിട്ടില്ല. ഷാനവാസ് സാറും അങ്ങനെയല്ല പറഞ്ഞത്, അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്നാണ്, ഇപ്പോൾ ഉദാഹരണത്തിന് 1-ാം ക്ലാസ് എടുക്കുക. 1-ാം ക്ലാസ് കൊണ്ട് അക്ഷരങ്ങളെല്ലാം പഠിച്ച് പൂർത്തിയാകണം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് പൂർത്തിയാക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് അത് പൂർത്തിയാക്കാൻ ആവശ്യമായ പരിഹാര ബോധനം 1-ാം ക്ലാസ്സിൽ വെച്ച് തന്നെ നടത്തണം. അത് നടത്തിക്കൊണ്ട് അവരെ വർഷാവസാനം അവരെയും കൂടെ 2-ാം ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കാൻ പാകത്തിനുള്ള ആ പരിഹാര ബോധനം നടത്തി കഴിഞ്ഞിരിക്കണം. അതിനുള്ള പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിക്കേണ്ടത്. ആ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് വേണം ഈ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാൻ. അല്ലാതെ ഇവരെ തോൽപ്പിക്കുകയല്ല, ഇവരെയും കൂടി ആ നിലവാരത്തിലേക്ക് എത്തിക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യലാണ്. 1-ാം ക്ലാസ്സിലെ 1-ാം ടൈമിലും 2-ാം ടൈമിലും 3-ാം ടൈമിലും നമ്മൾ അവസാനിപ്പിക്കുകയാണ് സാർ. 3-ാം ടൈമിലും ഒക്കെ കുട്ടികൾ നേടേണ്ട ശേഷി, അവർ നേടേണ്ട കരിക്കുലർ സ്റ്റേറ്റ്മെൻ്റ് ആക്കി നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട്. ആ ശേഷികളൊക്കെ എന്താണ് എന്നുള്ളത് നമ്മൾ പാഠ്യ പദ്ധതിയിലെ പ്രസ്താവനകളാക്കി മാറ്റി നമ്മൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ മാത്രം പോരാ, അത് കുട്ടികൾ നേടിയോ എന്ന് ഉറപ്പ് വരുത്തണമെന്നാണ് സാറ് പറയുന്നത്. ഭാഗ്യവശാൽ ഇപ്പോൾ ചില സ്കൂളുകളിൽ 1-ാം ക്ലാസ്സുകളിൽ ചില സുവനീർ പ്രസിദ്ധീകരിക്കുന്നു. അതുമാത്രമല്ല, കുട്ടികൾ ഡയറി എഴുതുന്നു സാർ. 1-ാം ക്ലാസ്സിലെ കുട്ടികൾ ഡയറി എഴുതി പ്രസിദ്ധീകരിക്കുന്ന തലത്തിലേക്ക്, അതിനകത്തൊക്കെയുള്ള വാസ്തവങ്ങൾ പലപ്പോഴും നമ്മൾ 1-ാം ക്ലാസ്സിലേക്ക് വീണ്ടും ചെന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ചില പഴയ DPP SSAയുടെയൊക്കെ പ്രധാന അധ്യാപകരായിരുന്നവരും അത് ലീഡ് ചെയ്തവരൊക്കെ ഇപ്പോൾ രംഗത്ത് വന്ന് ഡയറി പ്രസിദ്ധീകരിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതൊക്കെ നല്ലതാണ്, വളരെ നല്ലതാണ്. നല്ല ആവിഷ്കാരമാണ് അതിനകത്ത് കാണുന്നത്. കുട്ടികളുടെ നല്ല പ്രകടനമാണ് കാണുന്നത്. പക്ഷേ അത് കുട്ടികൾ തനിച്ചാണോ, അതിൻ്റെ പിന്നിൽ രക്ഷിതാക്കളുടെ കൈയുണ്ടോ, അല്ലെങ്കിൽ അധ്യാപകരുടെ കൈയുണ്ടോ? ഈ SSLC റിസൾട്ട് പോലെ തന്നെ അത് ചില അഭിമാനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ട മുഹൂർത്തങ്ങളായി മാറുന്നതാണോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കുട്ടികൾ ഡയറി എഴുതട്ടെ സാർ. സാറ് സൂചിപ്പിച്ചതുപോലെ 1-ാം ക്ലാസ്സിലെ കുട്ടികൾ ആശയാവിഷ്കാരത്തിൽ, എഴുത്തിലും ഭാഷണത്തിലും ഒക്കെ വലിയ മികച്ചരായി വരുമെങ്കിൽ നമുക്കത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. വളരെ സന്തോഷമുണ്ട്. സമയം പോയതുകൊണ്ട് മാത്രമാണ് സാറ് വരികയും ഈ ഇന്നത്തെ വർത്തമാനകാല വിദ്യാഭ്യാസ രീതിയെ സംബന്ധിച്ച് വളരെ കൂലങ്കഷമായ ഗൗരവതരമാർന്ന ചർച്ചയിൽ പങ്കെടുക്കുന്നതിനും നമസ്കാരം സാർ. വിദ്യാഭ്യാസ രംഗത്ത് നടമാടുന്ന പല പരിഷ്കാരങ്ങളും സത്യത്തിൽ അത്ര കണ്ട് ശാസ്ത്രീയമല്ലെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം കുട്ടികൾക്ക്
മാർക്ക് ധാരാളമായി നൽകുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഒരു വിഭാഗത്തെ ഇപ്പോഴും വിദ്യാസമ്പന്നരിൽ നിന്നും അകറ്റി നിർത്താൻ, വിദ്യാഭ്യാസ പദ്ധതിയിൽ നിന്നും അല്ലെങ്കിൽ പരിപാടിയിൽ നിന്നും അകറ്റി നിർത്താനുള്ള ബോധപൂർവമായ ശ്രമമായി ഒരുപക്ഷെ അതിനെ കാണേണ്ടി വരും. മാർക്ക് ദാനം അത്തരത്തിലുള്ളൊരു വിപത്തിനെയാണ് ക്ഷണിച്ച് വരുത്തുന്നത്. കുട്ടികളുടെ ഗുണനിലവാരത്തെ, വിദ്യാഭ്യാസ സംബന്ധമായ ഗുണനിലവാരത്തെ അത് തീർച്ചയായും ബാധിക്കുക തന്നെ ചെയ്യും. നന്ദി, നമസ്കാരം.